തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ അല്പസമയ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം 34 5-ാമത്തെ വാക്യം നമുക്ക് ഒന്ന് പഠിക്കാം. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ഒരു നാളും ലജ്ജിച്ചു പോയതുമില്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ഒരു നാളും ലജ്ജിച്ചു പോയതുമില്ല. ഈ സങ്കീർത്തനം നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ഇച്ചിരി വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ധ്യാനത്തിനായിട്ട് ഈ 34 ഈ സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യം മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. വീണ്ടും ഒന്നുകൂടെ പറയാം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ഒരു നാളും ലജ്ജിച്ചു പോയില്ല. നമ്മുടെ ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരും. ഈ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുന്ന സമയത്ത് നമ്മളെല്ലാവരും മാനുഷികമായിട്ട് തകർന്നു പോവുകയും നമ്മൾ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യും. ഈ നമ്മുടെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമാണ്, നമ്മൾ അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നില്ല. ആ കാൽവരി കുരിശിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, അവൻ്റെ മുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ഒരു നാളും ലജ്ജിച്ചു പോയതില്ല. ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ വളരെയധികം നമുക്ക് പ്രയോജനം ചെയ്യുന്ന, ആശ്വാസമേകുന്ന ഒരു വചനമാണ്, ശക്തമായ ദൈവവചനമാണ്. നമ്മളെല്ലാം ഇതിൻ്റെ സാരാംശം മറന്നു പോവുകയും അത് ശരിയായിട്ട് മനസ്സിലാക്കാതെ ഉപയോഗിക്കാതെയും നമ്മൾ ഇരിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ നിന്റെ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ, നിന്റെ പ്രയാസങ്ങളുടെ ഘട്ടങ്ങളിൽ നീ നിന്റെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലേക്ക് നോക്കിയിരിക്കാതെ നീ അവങ്കിലേക്ക് നോക്കുക. അവൻ നിനക്ക് പരിഹാരം തരും. അവൻ നിനക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തരും. അവൻ്റെ മുഖത്തേക്ക് നോക്കി കഴിയുമ്പോൾ നിന്റെ മുഖം ഒരു നാൾ ലജ്ജിച്ചു പോകുകയില്ല. നീ ഒരിക്കലും നിരാശനാകുകയില്ല. നിനക്കുള്ള സൊല്യൂഷൻ അവൻ കരുതിയിട്ടുണ്ടാവും. അവൻ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. നമുക്കറിയാം, പത്രോസ് കർത്താവ് കടലിൻ്റെ മീതെ നടന്നു വരുന്നത് കണ്ടിട്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാൻ ആഗ്രഹിക്കുകയും അവൻ കടലിലൂടെ നടക്കുകയാണ്. കർത്താവ് പത്രോസിനെ കണ്ട് കൈ നീട്ടിയപ്പോൾ പത്രോസ് അവൻ്റെ കരങ്ങളെ ഗ്രഹിക്കാൻ